പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ പ്രിയ സഹോദരങ്ങളെ, നോയമ്പുകാലമാണിപ്പോൾ. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. അവൻ വിശന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു. 40 ദിനരാത്രങ്ങൾ യേശുവിനെ സാത്താൻ പരീക്ഷിക്കുകയാണ്. പിന്നീട് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റിയിട്ട് ചാടാൻ പറയുന്നു. മലമുകളിൽ കയറിയിട്ട് ലോകം മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് ഞാൻ സ്വന്തമായിട്ട് തരാം, അതിൻ്റെ മഹത്വമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നീ എന്നെ ആരാധിക്കണമെന്ന് സാത്താൻ യേശുവിനോട് പറയുന്നു. യേശുവിനോട് അത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു ദൈവത്തിൻ്റെ പുത്രനാണെങ്കിലും ദൈവത്തിനോട് സമാനത കാണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനെ പോലെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട്, മാതൃക കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യ ബലഹീനതയിൽ, മനുഷ്യ സാദൃശ്യത്തിൽ, മനുഷ്യ ശരീരത്തോടുകൂടി മനുഷ്യനെ പോലെ തന്നെ മനുഷ്യർ ചെയ്യുന്ന രീതിയിൽ ദൈവമാണെങ്കിലും സ്വയം ശൂന്യവൽക്കരിക്കും. അതാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് കൊണ്ടുപോയത്. പക്ഷെ അതിലെല്ലാം പിശാച് തോക്കുന്നു. പിശാചോട് പറയുന്നുണ്ട്, നിൻ്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നതുപോലെ തന്നെ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാചു അപ്പോൾ ദൂരേക്ക് പോയി, യേശുവിനെ വിട്ട് പോയി. കണ്ടോ, യേശുവിനെ പരീക്ഷിക്കണം. പക്ഷെ പരീക്ഷിക്കാൻ കാരണം യേശു മനുഷ്യനെ പോലെയായുള്ള മനുഷ്യൻ്റെ ആ സ്വഭാവത്തോട്, മനുഷ്യ ബലഹീനത കൂടി. എന്നാൽ അവന് പാപമില്ലായിരുന്നു. യേശു നമുക്കും ഈ ഉപവാസങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, സത്യം എനിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങളെ ഞാൻ തൊട്ടുമുട്ടുന്നു. ഞാൻ തോറ്റവനാണ്. ഒരു ദിവസം ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാൽ യേശുവിനുണ്ടായിരുന്ന ഈ ഗുണം, അതായത് മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും നഗ്നരെ ഉടുപ്പിക്കുകയും വിശക്കുന്നവരെ അവരുമായിട്ട് ആഹാരം പങ്കുവെക്കുകയും ഭവനമില്ലാത്തവനെ അവനെ വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി, അത് നമുക്ക് ഈ നോയമ്പ് കാലത്ത് ചെയ്യാം, ഉപവസിക്കാൻ സാധിച്ചില്ലെങ്കിൽ. എന്നാൽ ഉപവസിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ആ ദിവസങ്ങളിലെ ഉപവാസത്തിന് ആ ഉപവാസത്തിലൂടെ നമ്മൾ നേടുന്ന പണം, അത് നമ്മൾ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധ പദവിയിലേക്കാവും. പവർഫുള്ളായിരിക്കും എല്ലാ കാര്യങ്ങളിലും. ഞാനൊരിക്കൽ ഒരു അച്ഛനെ കണ്ടു. ഞാൻ പെറുകൊടുത്തു ശരിക്കും. കാരണം ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അപ്പം ഞാൻ പെറുകൊടുത്തത് ഭയങ്കര വെയിലായിരുന്നു, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തായിരുന്നു പണി. അപ്പോൾ എനിക്ക് മനസ്സിൽ പിറുപിറുപ്പുണ്ടായി. ഞാൻ ആ സമയത്ത് ഒരച്ഛനെ കാണുകയാണ്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അച്ഛന്മാർക്കൊക്കെ എന്ത് സുഖമാണല്ലേ, അവർക്ക് ലാവിഷ് കാറ് അങ്ങനെയൊക്കെ നടക്കാം അല്ലേ, എന്ത് സുഖം. കുർബാന ചൊല്ലി കഴിഞ്ഞാൽ പരിപാടി തീർന്നു, അവരുടെ ജോലി അവസാനിച്ചു, പിന്നെ അവർക്ക് സുഭിക്ഷമാണ് എല്ലാ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ 8 മണിക്കൂർ കഠിനാധ്വാനം ചെയ്ത് വെയിലത്ത് അല്ലേ എന്നും പറഞ്ഞ് ഞാൻ പിറുകൊടുത്തു. അപ്പം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരച്ഛൻ, ഞങ്ങളുടെ പണിയുന്ന ഫ്രണ്ടിലൊരു വഴിയുണ്ടായിരുന്നു, ആ വഴിയിൽ കൂടെ ഒരു അച്ഛൻ കൊടയും ചൂടിങ്ങി നടന്നു വരെ. അപ്പോൾ എനിക്ക് അച്ഛനായിട്ടൊന്ന് സംസാരിക്കണമെന്നുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് ഇരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി. അച്ഛനപ്പം തന്നെ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി നിന്നു. അച്ഛൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ ആ ചുട്ടുപൊള്ളുന്ന റോട്ടിലൂടെ അച്ഛൻ ചെരുപ്പില്ലാതെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം
എനിക്ക് അബദ്ധമായി പോയെന്നൊരു തോന്നൽ വന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.